LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. ഹലോ മുരളെ, ഒന്നുമില്ല, ചുമ്മാ വിളിച്ചത്. ഓ, ഇരുന്നപ്പോ തന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നി. താൻ ഫ്രീ ആണോ? അത് പിന്നെ താനന്ന് ഇവിടുന്ന് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ടേ നമ്മൾ പിന്നെ കണ്ടിട്ടില്ലല്ലേ. ഓ, അത് അന്ന് താൻ കാണാന്ന് പറഞ്ഞപ്പോ ഇവിടെ വീട്ടില് വേറെ കുറച്ച് ഇതൊക്കെ വന്നിട്ട് ഞാൻ ഇങ്ങനെ തിരക്കായിപ്പോയി. ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ് സംസാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നോളാം. വീട്ടിൽ ഡാഡി ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ വരാം. അമ്മായി ഇല്ല ചേച്ചി എന്റെ വണ്ടി എടുത്തോണ്ട് ഇവിടെ ജംഗ്ഷൻ വരെ പോയേക്കണേ. അവര് തിരിച്ചു വരുമ്പോഴത്തേന് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരാം. ശരി. ഓ டேய், நீ இங்க இருக்கியா? டீ கேட்டுட்டு. ഈ ഇങ്ങോട്ട് പ്രശ്നം കഴിഞ്ഞില്ലേ? കുടിച്ചിട്ടൊരു സലാം. என்னடா ചൂടുള്ള സാധനമാണ് കൊണ്ടുവന്ന് തരണേ. உனக்கு தானே ரொம்ப ஹாட்டான டீ பிடிக்கும். ரொம்ப ഹോട്ടൊക്കെ ഓക്കെ, നമ്മൾ തിളച്ച വെള്ളമാണ് കൊണ്ടുവന്ന് തരണേ. பரவாயில்லடா, பாத்து குடி. ഇതിന് ഞാൻ എന്ന് കുടിച്ചെടുത്തിട്ട് ഞാൻ പോവാനാണോ എന്തോ? டேய், எங்க போற? അത് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ. லேட் ஆகுமா வரதுக்கு? ഇല്ല, ഒരു 15 മിനിറ്റ് പോകുന്നു വരുന്നു, അത്ര തന്നെ. അമ്മായിയും ലച്ചേച്ചിനും ഒന്നാമത് ഞാൻ പോവായിരുന്നു. நல்லா இருக்கா? കൊള്ളാം. ദാ പറഞ്ഞ വിക്രമനെ മുത്തു. വരണം. അയ്യോ, എവിടെ ആയിരുന്നു രണ്ടുപേരും? കുറെ നേരമല്ലോ പോയിട്ട്. എന്ത്, ഞങ്ങക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നുകൂടെ? കുഴപ്പമൊന്നുമില്ല. സാറിന് എവിടെയെങ്കിലും പോകാനുണ്ടായിരുന്നോ? ഒരു സ്ഥലം വരെ പോണം. ഇവിടെ അടുത്ത് വരാം. മർലിനെ കാണാനായിരിക്കും. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയ ഉടനെ മെറിനെ കാണാനല്ലേ പോണത്? ആ ചാവി ഞാൻ പോയിട്ട്. കേശു, ഞങ്ങള് ജംഗ്ഷനിൽ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴേ ഒരു ഐഡിയ തലയിൽ ഉദിച്ചു. ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാ? അപ്പൊ ചായ കുടിക്കാൻ ജംഗ്ഷനിൽ പോയേ? ബെസ്റ്റ്. നമ്മൾ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വന്നപ്പം അവന് ചായ. അപ്പൊ ചായ മാത്രമേ കുടിച്ചോളാ? അല്ല, നല്ല ചൂട് മുരിഞ്ഞ ഉഴുന്നുവടയും പരിപ്പുവടയും പഴംപൊരിയും എല്ലാം. അപ്പൊ ഞങ്ങൾക്കില്ലേ? ഞങ്ങൾ മറന്നുപോയി. എപ്പോഴും വീട്ടിലിരിക്കണ ഒരു കാര്യം ഓർക്കാൻ പറ്റൂ? பாரு, நீ வருத்தப்பட வேண்டாம். சாயங்காலமே உனக்கு முறுமுறான்னு வாழைக்காப்பம் நான் செஞ்சு கொடுக்குறேன். അത് പഴംപൊരിയിലോട്ട് പോയി. ഞങ്ങൾ പറയുന്ന സീരിയസ് ആയിട്ട് കേക്ക്. നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെയും. അമ്മായി ഷൂട്ട്. എടാ കേശു, മോളത്തെ നിലയില്ലേ? മോളത്തെ നില ഒരു യൂസും ഇല്ലാതെ വെറുതെ കിടക്കുമല്ലേ? മനസ്സിലായി. മേളത്തെ നില വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അമ്മായി. നമ്മൾ അന്ന് എല്ലാവരും സംസാരിച്ചപ്പോ എന്താണ് പറഞ്ഞത്? മേളത്തെ നില വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി പോവും. സോ നടക്കില്ല. டே கேசு, நீ சொன்னது கரெக்ட் தான். ஆனாலும் அந்த போர்ஷன் வாடகைக்கு கொடுத்துனா குறைஞ்சது 20,000 ரூபாயாவது கிடைக்கும். കേശ്, വാട്ട് യു സേ? വാടകയ്ക്ക് കൊടുക്കൽ നടക്കില്ല. എടാ, വാടകയ്ക്ക് കൊടുക്കണ്ടടാ. നമുക്ക് ഹോം സ്റ്റേ സെറ്റപ്പിൽ സെറ്റ് ചെയ്താലോ? ഹോം സ്റ്റേ? എടാ, അതാവുമ്പം അവർ 2 ദിവസം നിന്നിട്ട് അങ്ങ് പൊക്കോളും. മറ്റതാണെങ്കിലല്ലേ 11 മാസത്തെ എഗ്രിമെന്റ് വേണം. അത് വന്നു കഴിഞ്ഞാൽ വല്ല വള്ളി കേസാണെങ്കിൽ നമുക്ക് ഇറക്കി വിടാനും പറ്റൂല. ഇതാകുമ്പോ സേഫ് അല്ലേ? അതെ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ചെന്ന് നിന്നാലും പറയാൻ പറ്റും. അമ്മ, അങ്ങനെയാണെങ്കിൽ അമ്മ അടുക്കളയിലോട്ട് പോ. നമുക്ക് ഇവിടെ സംസാരിക്കാനുണ്ട്. യേശു, നീ പറയടാ. അല്ല, സംഭവമൊക്കെ കൊള്ളാം, നല്ല ഐഡിയ ആണ് ഹോം സ്റ്റേ. പക്ഷേ ഈയിടെയായിട്ട് ഹോം സ്റ്റേയിലാണ് ഏറ്റവും കൂടുതൽ വള്ളി പറഞ്ഞത്. എടാ, അത് ഈ ബാച്ചിലേഴ്സിന് കൊടുക്കുമ്പോഴല്ലേ പ്രശ്നം. നമുക്ക് അത് വേണ്ട. നമ്മള് ഫാമിലിക്കും കപ്പിൾസിനും മാത്രമേ കൊടുക്കുള്ളൂ. കപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും മാരീഡ് കപ്പിൾസ് ഉള്ളി നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് കൊടുക്കും. അതും അധികം ദിവസം താമസിക്കാൻ സമ്മതിക്കൂല, കുറച്ച് ദിവസം. ആരുടെ കല്യാണക്കാരിയാ നിങ്ങൾ പറയുന്നത്? ആരുടെ കല്യാണ സർട്ടിഫിക്കറ്റ് അപ്പൊ വേണ്ടുന്നേ? ஐயோ அம்மா, இப்ப நீங்க கிச்சன்ல போங்க. நாங்க இந்த விஷயம் எல்லாம் பேசி முடிச்சதுக்கு அப்புறம் வரோம். நீங்க சொல்லுங்க. പറയടാ. അല്ല, അത് സംഭവം നല്ലൊരു ഐഡിയ ആണ്. ഇത്രയും സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിഷയമില്ല അല്ലേ? വിഷയമില്ല, അതല്ലേ? അങ്ങനാണെങ്കിൽ
ഡെയിലി ഒരു 2000 രൂപ വെച്ചാലും മേടിക്കണം. അതിനുള്ളതൊക്കെ ഉണ്ട് അല്ലേ? 2000 രൂപയ്ക്കൊക്കെ ഉള്ളതുണ്ട്. നമുക്ക് ഓൺലൈൻ ആളെ തപ്പ, ഓൺലൈനിൽ കൊടുക്കാം. അപ്പൊ ആൾക്കാരെ വിളിക്കുമല്ലോ. എല്ലാ ഫെസിലിറ്റീസും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല, സെറ്റ്. സെറ്റ്. ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാനേ നമുക്കൊരു ബോർഡ് അടിക്കണ്ടേ? ബോർഡൊക്കെ വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ വേണ്ടേ? എടി ബോർഡ് ഉണ്ടെങ്കിലേ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ഒരു ബോർഡ് അടിക്കണം. അങ്ങനെ ബോർഡ് വെച്ച് പാറമട ഹോം സ്റ്റേ. വാ, കിട്ടു തന്നെ. ഞാൻ പറഞ്ഞില്ലേ ഒരു ബോർഡിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ശരിയാവത്തില്ല. സംഭവം നമ്മള് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ കൂടെ ആണ് ചെയ്യുന്നതെങ്കിലും ഒരു ബോർഡ് അത് നിർബന്ധ. ലച്ചു, കേശു, നമുക്ക് എന്താടാ ഈ ഐഡിയ ഒന്നും നേരത്തെ തോന്നാത്ത? നമുക്കിപ്പോഴായിരിക്കും സമയം മോശമായത്. അല്ല, പൈസ ഇല്ലാത്തപ്പോഴാണല്ലോ നമുക്ക് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ തോന്നുന്നത്. അമ്മായി, ഇനി നമ്മൾ അധികം നേരം ഇവിടെ നിന്ന് സംസാരിച്ച സമയം കളയണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ? വാ. ആടി. ഇവിടെ ഈ സ്ഥലം നോക്കാം, ഇവിടെ അടുത്തായിരിക്കും. ബോർഡ് കാണുന്നുണ്ട്, അതാണെന്ന് തോന്നുന്നു. കൊള്ളാല്ലേ, നല്ല വൈബുള്ള ഏരിയ അല്ലേ? പാറമട ഹോം സ്റ്റേ. ഇത് തന്നെയാ. ആരുമില്ലേ? ഇവിടെ ആരുമില്ലേ? എന്താ? ഇതാണ് മോളെ ഹോം സ്റ്റേ. പാറമട ഹോം സ്റ്റേ. ഓ, നിങ്ങൾ താമസിക്കാൻ വന്നതാണോ? അതെ അതെ. എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരുടെയും ആധാർ കാർഡും മാരേജ് സർട്ടിഫിക്കറ്റും കാണിക്കും. ഇവിടെ വേറെ ആരും ഇല്ലേ? ആളല്ലേ മുമ്പിൽ നിൽക്കുന്നേ. പേയ്മെന്റ് എങ്ങനെ? കാശായിട്ട് തരുവാണോ അതോ ഫോൺ വഴി തരുവാണോ? ഇവള് കൊള്ളാലോ. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എന്താ മോളുടെ പേര്? പാർവതി ബാലേന്ദ്രൻ തമ്പി. നിങ്ങളുടെ രണ്ടുപേരും പേരെന്താ? എന്റെ പേര് വിപിൻ ചന്ദ്രശേഖർ. എന്റെ പേര് ബാമ. ബാമയാ? വെറും ബാമയാ? തലയും വാലൊന്നുമില്ലേ ബാമയ്ക്ക്? ഹായ്. ഹോം സ്റ്റേക്ക് അതെ വന്നതല്ലേ? അതെ അതെ അതെ. നിങ്ങള് കപ്പിൾസ് അല്ലേ? അതെ, കപ്പിൾസ് ആണ്. ആധാറുണ്ടോ? ഉണ്ട്. കോപ്പി എടുത്തിട്ട് തരാട്ടോ. മാരേജ് സർട്ടിഫിക്കറ്റ് അത് ഞാൻ വാട്സപ്പ് ചെയ്തു. ഹോം സ്റ്റേ. ഓ, ഹോം സ്റ്റേ. അതെ. ഓക്കെ, വെൽക്കം. താങ്ക് യു. എങ്ങനെയാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളൊരു ടാക്സി പിടിച്ചിട്ടാ വന്നത്. അവിടെ ഹോട്ടലിന്റെ അവിടെ നിർത്തിയേ. ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ വീട്ടിലെ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ കാണിക്കുന്നത് ആ ഹോട്ടലിന്റെ അവിടെ ആയിട്ട്. മോളിലാട്ടോ ഹോം സ്റ്റേ. അവിടെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. നീ വെള്ളം ഗ്ലാസ് ഒക്കെ വെച്ചല്ലേ മേള്? അല്ല, എന്തോ നോയിക്കൊണ്ടിരിക്കണ? അവരെ വിളിച്ചോണ്ട് മോളോട്ട് പോ. എന്തേ? ഇത് ഇവിടുത്തെ പയ്യനാണ്. എന്താവശ്യം ഉണ്ടെങ്കിലും ഇവനെ വിളിച്ചാൽ മതി. അതെ, നിങ്ങൾക്ക് വല്ല ബ്രഷോ പേസ്റ്റോ സോപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഇവനോട് ചോദിച്ചു. ശരി. എന്തോ വായി നോക്കിക്കൊണ്ടിരിക്ക. എടാ, അകത്തുനിന്ന് താക്കോലെടുത്താ മുറി കൊണ്ടേ കാണിച്ചു കൊടുക്ക്. താങ്കളെടുത്തോണ്ട് എനിക്കൊന്നും പറ്റൂല. പറ്റില്ലെന്നാ? നീയാണ് മൂത്തത്, ഞാനാണ് മൂത്തത്. ചാച്ചി മൂത്തെന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്തിനു കൊടുത്ത? ഇതൊന്നും കാര്യമാക്കണ്ട, ഇതിവിടെ സാധാരണമാണ്. ഇവൻ മുറി കാണിച്ചു തരും കേട്ടോ. ചാവി എടുത്തോണ്ട് ഓടാ. ഇവിടുത്തെ സർവീസ് ബോയ് ആണല്ലേ? അതെ. സർവീസ് ബോയ് അല്ല, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവൻ തന്നെ നോക്കുന്നത്. உங்களுக்கு டீ காஃபி ஸ்நாக்ஸ் எது வேணாலும் எங்கிட்ட கேட்டுக்கோங்க. எல்லாமே ஃப்ரீ தான். கம்ப்ளிமெண்டரி. கம்ப்ளிமெண்டரி இல்ல, காம்ப்ளிமெண்டரி. அதான். പോവാ. ഓ, ശരി. നിങ്ങൾ എവിടുത്തുകാരാ? ഞാൻ തിരുവല്ലയാ. ചേട്ടൻ ചങ്ങനാശ്ശേരി. ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താ. ഞാനിവിടെ കാക്കനാട്. നിങ്ങൾ ഇവിടുത്തുകാരാണോ? അച്ഛൻ ട്രിവാൻഡ്രമാണ്, അമ്മ ഇവിടെ പിറവം പാഴൂര്. ഓ, டேய், எவ்வளவு நேரம் ஆச்சு? சாரு மேடம் இப்படியே நின்னுட்டு இருக்காங்க. ரூம காமிச்சு கொடுறா. ഞാനും കുറെ നേരത്തെ ഇങ്ങനെ നിന്നോണ്ടിരിക്കില്ലേ? டேய், കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. കൊണ്ട് റൂം കാണിച്ചു കൊടു.
ചേട്ടാ വായട്ടാ റൂം മുകളിലാണ്. വാ വരും. പെട്ടി എടുക്കണ്ട, ഇവനെടുത്തോളൂ. എന്ത് ഇവിടെ വായ നോക്കിക്കൊണ്ടിരിക്കാതെ പെട്ടി എടുത്തോണ്ട് പോടാ. ഞാൻ എടുക്കാം. ഉരുട്ട് തോടി ഉരുട്ടി തോന്നി. വായട്ട നടക്കട്ടെ മുകളിലോട്ട്. അമ്മായി, നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ്. എനിച്ചേക്കണേ. നല്ല പിള്ളേരല്ലയോ, കാണുമ്പോ തന്നെ അറിയാം. വായട്ട. സത്യം പറഞ്ഞാലേ ഇതിന്റെ ഓണർ ഞാനാണ്. ഓ പിന്നെ അവരെ എന്റെ കൈയും കാലും പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത്. ആണോ? എന്റെ ചേച്ചിയാണേ. അത് ശരി. ചേച്ചിമാര് പറഞ്ഞിട്ട് നമ്മളിനി കേട്ടില്ല. വീട്ടിലെ വലിയ പുള്ളിക്കാരനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളാണ് ഇവിടുത്തെ മെയിൻ. ഇപ്പൊ എന്തെങ്കിലും ചെയ്യണം അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, അതാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെ റൂം ബോയ് അല്ല കേട്ടോ. അമ്മായി, ഈ പരിസരത്ത് ഇഷ്ടം പോലെ ഹോം സ്റ്റേസ് ഉണ്ടല്ലോ. ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കൊള്ളല്ലേ, നല്ല റൂം സ്പേസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു വൈബ് പിടിക്കണം കേട്ടാ. നമുക്ക് പെയിന്റ് ഒക്കെ മാറ്റി കുറച്ചും കൂടെ എസ്തെറ്റിക് ആക്കിയാല് ആക്കണം, എന്നാലേ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവുള്ളൂ. എവിടെ ഈ ഹോം സ്റ്റേ? ഇത് ഏതോ ഒരു കാട്ടുമുക്കിലാന്ന് തോന്നുന്നു. പക്ഷെ രസമുണ്ട്. അത് തന്നെ. അതെ അമ്മായി, നമുക്ക് ഇഷ്ടം പോലെ എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടാ. ഫുഡിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കണുണ്ട്. എടേ, നല്ല ഫുഡ് കൊടുത്തോണ്ടല്ലോ, ഇഷ്ടം പോലെ ആൾക്കാർ വരും. അത് മാത്രോ, നല്ല ലാഭമല്ലേ. നല്ല ഫുഡ് ആണെങ്കിൽ കാശൊക്കെ ആൾക്കാർ ഇങ്ങനെ വീശി. ഈ ഫുഡിന്റെ കാര്യം ആരെ ഏൽപ്പിക്കണം? കനകേച്ചമ്മ ഏൽപ്പിച്ചാലാ? അവര് സമ്മതിക്കുവാണെങ്കിൽ അത് നല്ലൊരു ഐഡിയ ആയി. നമുക്ക് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. മതി. ആ, അതെ, എന്നെ കണ്ടിട്ട് നിനക്ക് എന്തോലും തോന്നുന്നു? എന്തോ തോന്നണം? എന്തിനാ ഇങ്ങനെ ഇരിക്കണം? ഞാൻ വല്ലതും ചെയ്യും കേട്ടാ. അമ്മായി എന്തിനമ്മായി? ചേച്ചിക്ക് എന്തിനാ? ഞാൻ ഇവിടുത്തെ സർവീസ് പോയാ? നിനക്ക് അങ്ങനെ തോന്നിയോ? തോന്നി. എടാ, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മഹിമയല്ലേടാ, അല്ലേ ലച്ചു? പിന്നെ അല്ലാണ്ട് എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത കൊടുക്കുന്നവനാണല്ലോ നീ. എന്നിട്ട് എന്ത് പറ്റി? തന്നെ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത കൊടുക്കുന്നവനാണ് ഞാൻ. ശരി, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. ചെയ്യണം. ചെയ്യാം. സർവീസ് പോയി അല്ലേ? ആ പൊസിഷൻ നിനക്ക് എന്നെ സർവീസ് പോയി നീ. ഓക്കെ, സർവീസ് പോയി. അതെ, ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. അമ്മ, കനകേച്ചി, അമ്മൂമ്മ, ഇങ്ങോട്ട് വാ. എന്താ അമ്മൂമ്മ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടോ. എന്റെ ഇവിടുത്തെ തസ്തിക എന്തായിരുന്നു പറഞ്ഞു? സർവീസ് ബോയ്. കൊള്ളാം, നല്ല കാര്യം. അങ്ങനെയാണെങ്കിൽ ആ സർവീസ് ബോയ്ക്ക് ഡെയിലി കൊടുക്കാനുള്ള ശമ്പളം എനിക്ക് തന്നേക്കണേ. മനസ്സിലായില്ല. 1000 rupees per day. 1000 രൂപയെ? അതെ. ആകപ്പാട് ഒരു 2000 രൂപയാണ് കിട്ടണ. അപ്പൊ 1000 നിനക്ക് കയറണോ? നടക്കൂല കേശു, നടക്കൂല. പിന്നെ ഇത് നടക്കൂല. ഞാൻ പറയാം എങ്ങനെ ചെയ്യുമെന്ന്. പിന്നെ നിനക്ക് 500, എനിക്ക് 500, ലച്ചുവിന് 500, പാറുവിന് 500. എന്തൊരു 500? പിന്നെ ആ കൊച്ചിന് കൊടുക്കണ്ടേ? അവള് നമ്മളെ സഹായിച്ചില്ലേ? അവള് ബെഡ്ഷീറ്റ് വിരിക്കാൻ സഹായിച്ച്, അവള് ബോർഡ് വെക്കാൻ സഹായിച്ച്, അത്രയും സഹായിച്ചില്ലേ കൊച്ച്? നമ്മൾ അതൊക്കെ ചെയ്തോണ്ടിരുന്നപ്പോൾ അവളൊന്നും മൂലിക്കുന്നതിനാ. എന്തോന്ന് പറഞ്ഞാലും കൊച്ചു നമ്മളെ സഹായിച്ച് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. പാറുവിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനാണല്ലോ നോക്കണത്. അതുകൊണ്ട് പാറുവിന്റെ 500 രൂപ എനിക്ക് തന്നാ മതി. ഞാൻ കൊച്ചിന് കൊടുത്തോളാം. ഇനിയിപ്പോ നിങ്ങൾക്കും വേണോ? അവിടെ നിർത്തി കൊടുക്കും. അങ്ങനെയാണെങ്കിലേ നമുക്ക് പാറുവിന് 500 രൂപയില്ലേ, 500 രൂപന്ന് 250 രൂപ ചേച്ചിക്കും 250 രൂപ അമ്മയ്ക്കും കൊടുക്കാം. എങ്ങനെ கௌரி? அதுக்கு பாரு ஒத்துப்பாளா? அவ பிரச்சனை பண்ணுவா. അവളെന്തോന്ന് പ്രശ്ന பண்ண? കുറച്ച് മിഠായി മേടിച്ചു കൊടുത്ത് അവളെ റൂമിന്റെ ഒരു മൂലയ്ക്ക് ഇരുത്തിയാൽ മതി. അവൾ അവിടെ അങ്ങ് ഇരുന്നോളൂ. അവളവിടെ നിന്ന് പടം വരച്ചോണ്ടിരിക്കണം. എന്നാ കുഴപ്പമില്ല, മുട്ടായി മേടിച്ചെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. 500 രൂപ വെച്ച് ദിവസം എന്ന് പറയുമ്പോ മാസം ഒരു 15,000 രൂപയെങ്കിലും കിട്ടുമല്ലേ? കേശുവേ, ഓ, അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ നിങ്ങൾക്ക് മേടിച്ചെന്ന വീടാ. ഇവിടെ ഇതുപോലെ വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോഴേ അമ്മൂമ്മയായ എന്നെ കൂടെ ഒന്ന് അറിയിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല.
അമ്മ അറിയിച്ചതൊന്നും നടക്കൂലമ്മ, അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയാത്തല്ലേ. அது கௌரி சொன்னது ரொம்ப கரெக்ட். കനകം പിന്നെ നിങ്ങളെ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? എന്തോ ഞങ്ങളെ വിളിപ്പിച്ചത്? നീ വിളിക്കുമ്പോ വരാനേ, നിന്റെ ജോലിക്കാരിയാണോ ഞങ്ങള്? ഇത് വേറെ ഒന്നല്ല ലച്ചു, ഇതാണ് ഈഗോ, വെറും ഈഗോ. അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടാ, ബിസിനസ്സിൽ ഈഗോ ഉണ്ടെങ്കിലേ ബിസിനസ് മുന്നോട്ട് പോവൂല. വലിയ ബിസിനസ്. അതെ, ഇത് ഈഗോയും തേങ്ങയൊന്നും അല്ല, ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാൻ അറിയാത്തതിന്റെ പ്രശ്നമാണ്. ഞാനും കുറെ നേരമായിട്ട് നോയിക്കൊണ്ടിരിക്കണ്, രണ്ടും കൂടെ പറഞ്ഞു പറഞ്ഞിട്ട് എവിടെ കയറി പോണ്? വലിയ മുതലാളിച്ചിമാര് ചമയല്ലേ? മുതലാളിച്ച് ചമയല്ലേന്നാ? ആരാ മുതലാളി ചമച്ചത്? ஐயோ 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 கொஞ்சம் நிறுத்துங்க. நான் சொல்றத கொஞ்சம் கேக்குறீங்களா? நான் இங்க இருக்க ஸ்டாஃப் தானே, எனக்கு சம்பளம் கிடைச்சா போதும். അത് കറക്റ്റ്, അങ്ങനെ പറയാൻ പഠിക്കണം, കണ്ടുപടി. ബൈ ദ വേ, നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് അറിയോ? ഞങ്ങൾക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്, കുറെ പേര് ഫുഡും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും ഫുഡ് ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കുന്നു. അതെ, നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുന്നത് മറ്റേ ചെറിയ ചെറിയ സ്നാക്സ് മാത്രമാണല്ലോ. നമുക്കത് മാത്രം പോരാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണം, ലഞ്ച് വേണം, ഡിന്നർ വേണം. അതുകൊണ്ട് കനകാന്റി വെജ് ഫുഡ് ഉണ്ടാക്കിക്കോ, അമ്മൂമ്മ നോൺ വെജ് ഉണ്ടാക്കിക്കോ. രാവിലെ വല്ല അപ്പോ മുട്ടക്കറിയോ അങ്ങനത്തെ എന്തെങ്കിലും, പിന്നെ ഉച്ചയ്ക്ക് ചോറ്, മീൻകറി, മീൻ വറുത്തത്, പിന്നെ രാത്രി വല്ല ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ ആന്റിക്ക് വേണമെങ്കിൽ ആന്റിയുടെ വല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ. നോക്കി പേടിപ്പിക്കണ എന്തിനാ? വെറുതെ വേണ്ട, ശമ്പളം തരാം, കാശ് തരാം. ഫുഡിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്ന് 50% നിങ്ങൾക്ക്, 50% ഞങ്ങൾക്ക്. സാധനങ്ങൾ ആര് മേടിക്കും? ഇതെന്തോന്ന് ചോദ്യം? നിങ്ങളല്ലേ ഫുഡ് ഉണ്ടാക്കണത്, അപ്പൊ നിങ്ങളല്ലേ സാധനം മേടിക്കേണ്ടത്? അമ്പടി കൊള്ളാം. കൊള്ളാല്ലേ? കാശ് ഞങ്ങള് മുടക്കണം, കഷ്ടപ്പെടേണ്ടത് ഞങ്ങള്. കൊള്ളാം, പൈസ എല്ലാം കൂടെ മേടിച്ചങ്ങ് വെക്കുകയും ചെയ്യാം. സൂപ്പർ ഐഡിയ. அம்மா, நான் அந்த டீம்ல சேர்ந்துக்கட்டா? എന്താ അത്? ആനന്ദ വേണോ? അത് വിട്, ഇതിപ്പോ ഫുഡിന്റെ കഥ തീരുമാനം ഉണ്ടാക്ക്. തീരുമാനം ഉണ്ടാക്ക്. തീരുമാനം പറഞ്ഞാൽ ഞാനാണ് ഫുഡ് ഉണ്ടാക്കണ്ടേ? നീ വേണമെങ്കിൽ അവരുടെ ടീമിൽ കൂടെ ജോയിൻ ചെയ്തോ, സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് പോകണോ. എന്നിട്ട് വേണം എന്റെ കയ്യിൽ കാച്ചൂടെ പോയി. ഞങ്ങൾ പറഞ്ഞ ഡീല് നിങ്ങൾക്ക് ഓക്കെ ആണോ? ஓகே. സാധനം മേടിച്ചോണ്ട് തരാമെങ്കിൽ ഫുഡ് ഞാൻ ഉണ്ടാക്കി തരാം. അമ്മ അത് ശരിയാവില്ല, നിങ്ങൾ തന്നെ വാങ്ങും, നിങ്ങളല്ലേ സാധനം ഉണ്ടാക്കണം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണം നിങ്ങൾ തീരുമാനിക്കണം. വീട് പൊളിക്കൂ. ഞാൻ സമാനം പറയണ്ടേ? നോക്കാം. അമ്മായി ഫ്രണ്ട് പിന്നെ പറഞ്ഞ പറച്ചില്ല ഞാൻ ചെന്ന് കയറാൻ. അടി കിട്ടിയ തിരുവനന്തപുരത്ത് നിന്ന് 3 ദിവസത്തെ ലീവ് എടുത്താണ് ഇവിടെ വന്നത്. അവിടെ ഒടുക്കത്തെ വാശിയും ദേഷ്യവും കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ ഗ്ലാസ് പാത്രമൊക്കെ എടുത്ത് പൊട്ടിച്ചു, ആ റൂം എല്ലാം അലങ്കോലമാക്കി. നിങ്ങളെ കൂട്ടുകാരല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്, ഞാൻ വിളിക്കാൻ തന്നെ. നീ എവിടെ പോകുന്നു? നീ എങ്ങോട്ട് പോകുന്നു? നിക്കണേ ഇവിടെ. നീ അകത്തേക്ക് കയറിപ്പോ. ബാഗിന്ന് വിട്. ഇവിടെ റൂം എടുത്തിട്ട് നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ എന്റെ ഹോസ്റ്റലിൽ പോകുന്നു, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ തിരുവനന്തപുരത്ത് ഇവിടെ വന്നതിനാ? പിന്നെ വിളിച്ചോടനെ പെട്ടിങ് എടുക്കരുതോ, നിങ്ങളോട് ആര് പറഞ്ഞു? നീ കൂടുതൽ വർത്താനം പറഞ്ഞാൽ നീ എന്റെ വാങ്ങിക്കും കേട്ടാ. പിന്നെ കുറെ മേടിക്കും, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിങ്ങൾക്ക് എന്റെ സ്വഭാവം നല്ലപോലെ അറിയാലോ, കേസ് കൊടുത്ത് ഒകത്താക്കും ഞാൻ. അതേടി, നീ എന്നെ 2 പ്രാവശ്യം അകത്താക്കിച്ചല്ലേ? അതെ, എന്നിട്ട് നിങ്ങൾ കരഞ്ഞ് കാലി പിടിച്ചോണ്ടല്ലേ നിങ്ങളെ പുറത്തിറക്കിയത്. നീ ഇപ്പൊ കേറി അകത്തേക്ക് പോ. ഞാൻ എങ്ങോട്ടും വരുന്നില്ല, എനിക്ക് വേണേ നീ കേറിപ്പോ, ഞാൻ പോന്നു. വീട്ടെന്ന് വീടാണല്ലേ പറഞ്ഞു. വീടെന്ന് വീടേന്ന് ബാഗിന്ന് വിടോ, താൻ വിടുന്നുണ്ടോ? താൻ വിട്ടോ, സ്വഭാവം മാറ്റിട്ട് താൻ വിട്. എടോ എന്റെ ബാഗിന്ന് വിടടോ. എന്റെ ബാഗിന്ന് വിടാനല്ല പറഞ്ഞു, തന്നോട് ബാഗിന്ന് വിടാൻ പറഞ്ഞു. വീടടോ. എന്താ ഇവിടെ പ്രശ്നം? മക്കളെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലയോ? അതെ, ഞാൻ ഭാര്യ തന്നെ. പക്ഷെ ഇയാൾക്കുണ്ടല്ലോ എത്ര ഭാര്യമാരുണ്ടെന്നൊന്ന് ചോദിച്ചു നോക്കിയ അമ്മേ. ഇവർക്കുണ്ടല്ലോ, ഇവക്ക് സംശയരോഗമാണ്, സംശയരോഗം. ഇവളെ എത്ര തവണ ഞാനൊന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനായിട്ട് വിളിച്ചെന്നറിയോ? വരണ്ടേ ഇവള്. പിന്നെ സംശയമില്ലാത്ത ഒരാള്. അമ്മയ്ക്കറിയോ, ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത സമയത്തേ ഇയാളുണ്ടല്ലോ രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. എന്തിനാണെന്നറിയോ? ഞാൻ ആരുടെയും കൂടെ പോകുന്നുണ്ടോന്ന് അറിയാൻ. അയ്യോ, അത് അതിനൊന്നുമല്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ അവിടെ പൊക്കൊണ്ടിരുന്നത്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ?
ഓ അതെ അതെ വെറുതെ അല്ല ഇങ്ങനെയായി പോയത്. എന്താ വെച്ചാ അങ്ങനെ ഒരു ടോക്ക്? ലവ് മാരേജ് എന്ത് കുഴപ്പം? കൊഴപ്പൊന്നുമില്ല, ഇത്രയൊക്കെ പ്രേമിച്ചിട്ടും ഇങ്ങനെയായി പോയല്ലോ എന്നാലോചിച്ച് പറഞ്ഞതാ. അതെ, ഇത് റോഡാണ്, ഇവിടെ നിന്ന് സംസാരിക്കണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി നിന്ന് സംസാരിക്കാം. എന്താ? അതാ പിന്നെ വീട്ടിലെ സാധനങ്ങൾ പൊട്ടത്തുള്ളല്ലോ. നമുക്ക് അകത്ത് കയറി ഇരുന്ന് സംസാരിക്കാം. வாங்க உள்ள போலாம். ஒண்ணுமே சாப்பிடல, சாப்பிட்டுட்டு அப்புறமா பேசலாம். കൊല്ലാൻ നോക്കുകയാണോ ശരിക്കും? അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും നേരം പറയണ കേട്ടില്ലേ, അകത്ത് പോയി സംസാരിക്കാം. ഞാനൊന്നും വരുന്നില്ല. അതെന്താ അന്നാ അകത്ത് വാ, അകത്ത് ചേട്ടാ. അവര് തമ്മിലാണ് പ്രശ്നം, നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ചേട്ടൻ കയറി വന്നേട്ടാ, പിടിച്ചേ. അതെ, 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 അതെ. നോക്കിക്കൊണ്ടിരിക്കുന്നത് വന്നേ. ചേട്ടൻ കയറി വന്ന വട്ടം ചേട്ടൻ കയറുവാ, വീട്ടിൽ കയറുവാ, വീട്ടിൽ കയറുവാ, വീട്ടിൽ കയറുവാ. ചേച്ചി വന്നേ, ചേച്ചി വന്നേ. ഇന്ന് സംസാരിച്ചാൽ തീരാന്ന പ്രശ്നമുള്ളൂ. അങ്ങനെ ഒരുമിച്ച് വിടല്ലേ? ചേട്ടൻ വാ, ചേട്ടൻ വാ, ചേട്ടനെ ഞാൻ കൊണ്ടുപോവാ. ചേട്ടാ, ഒരു പ്രശ്നമില്ല, നമുക്ക് എല്ലാ പ്രശ്നവും നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ലേ. മോൾ അങ്ങോട്ട് ഇരിക്കേ. മോളെ സത്യഭാമേ. സത്യഭാമയാ? വെറും ഭാമ. ഏത് ഭാമയായാലും എന്തു ഭാമയായാലും ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇങ്ങനെ പോയാ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? നിങ്ങളത്ര തീരെ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. അവിടെ വരവും പോക്കൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മാതൃകാ ദമ്പതികളായിരിക്കുമെന്ന്. അല്ല, ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. ഇവിടെ നടന്ന അടിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വീട്ടിലിങ്ങനെയാണോ? അല്ല, നിങ്ങൾ ഒരുമിച്ചാണോ താമസിക്കുന്നത്? ഒരുമിച്ച് താമസിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാ. അല്ല, അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷമായി. അതിനിടയ്ക്ക് 2 ഡൈവോഴ്സും കഴിഞ്ഞു. 2 വർഷത്തിനിടയ്ക്ക് 2 ഡൈവോഴ്സ്? ആദ്യത്തെ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ ബോംബെക്ക് പോയി. അപ്പൊ എന്നെ വിളിച്ചു വരുത്തി വീണ്ടും ഒന്നിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഡൈവോഴ്സായി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒന്നിച്ചു. ഇനി എന്നാ അടുത്ത ഡിവോഴ്സ്? ഞാൻ സാക്ഷ്യപ്പെടാൻ വരാം. അത് ഉടനെ തന്നെ ഉണ്ടാവും. എനിക്കൊന്നും വേണ്ട ഇയാളെ. பாமா, நீங்க ஹாஸ்டல்லே தங்குறீங்க? അതെ. ഇപ്പൊ തന്നെ ഇവിടെ വന്നതിൽ എനിക്ക് എന്റെ 3 ദിവസത്തെ എന്റെ ശമ്പളമാണ് പോയത്. എങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഇവിടെ ഒഴിഞ്ഞു കിട്ടിയാൽ മതി. ഓ, പറയുന്നതൊന്നും ഇയാളെ ഞാൻ അങ്ങോട്ട് പിടിച്ചു വെച്ചേക്കാന്ന്. താരെങ്ങോട്ടേലും ഇറങ്ങി പോടോ. അതേടി പോവും. ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി പോവും. ഓ, സന്തോഷം. മോളെ, ഇപ്പൊ ഇവിടെ വഴക്കുണ്ടാവാനുള്ള കാര്യം എന്തുവാ? പറ, എന്താ പ്രശ്നം? എന്റെ അമ്മേ, ഞങ്ങൾ ഇവിടെ വന്ന് കയറിയ ഉടനെ ഞാനൊരു ചായ ഇട്ട് തരാൻ പറഞ്ഞു. അപ്പൊ തുടങ്ങിയ പൂലാണ്. അതെന്താ ഇയാൾക്ക് അങ്ങോട്ട് ഇട്ട് കുടിച്ചാ പോരെ? കണ്ടാ, ഇതാണ് സ്വഭാവം. ഒരു വക അനുസരിക്കത്തില്ല, ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല. എപ്പോ നോക്കിയാലും ഈ ഓർഡർ ചെയ്ത് കഴിപ്പ് മാത്രമാ. അതെന്ത് ഞാൻ അടുക്കള കയറണം ഇത്ര നിർബന്ധം? തനിക്ക് അങ്ങോട്ട് കയറി ഉണ്ടാക്കിയാ പോരെ? പോയിന്റ്. சரி, 2 பேருமா சேர்ந்து അടുക്കളയിൽ ஏறலாம்ல? ഇവളുടെ കൂടെയാ ഒരു അരമണിക്കൂർ ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല. അത്ര കലമ്പാണ് അവള്. മിണ്ടാണ്ടിരുന്നോ, ഞാൻ വല്ല വിളിച്ച് പറയൂ കേട്ടോ. അതെ, കുറച്ച് സമാധാനപരമായി നമുക്ക് സംസാരിച്ചാലോ? നിങ്ങളാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ വന്ന ഗസ്റ്റ്. ഇതിപ്പോ ഇങ്ങനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. കാര്യം അമ്മേ, അയാളുടെ തലയിലോട്ടൊന്ന് നോക്കിയേ. 2-3 ലക്ഷം രൂപയും മുടക്കിട്ടേ അയാള് തലയിൽ മുടി വെച്ച് പിടിച്ച് നടക്കുക. ഇതൊക്കെ ആരെ കാണിക്കാനാന്ന് എനിക്ക് അറിയാം. നീ എന്ത് വർത്താനം? ചേച്ചി, ഇതൊക്കെ ഇങ്ങനെ പറയാവോ? ഇതൊക്കെ വ്യക്തിപരമായുള്ള കാര്യമല്ലേ? അല്ലേ ചേട്ടാ? ഇത് വ്യക്തിപരമൊന്നും അല്ല, ഇതൊക്കെ മനഃപൂർവ്വം ആരെയൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. എനിക്ക് അറിയാം ഇതെല്ലാം. മോളെ, കുറച്ച് സഹിക്കാൻ ക്ഷമിക്കുകയൊക്കെ ചെയ്യണ്ടേ? സഹിക്കാനാ ക്ഷമിക്കാനാ ഇവളാ? അത് മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരിക്കുന്നത്. ദേ, എന്നെ അധിക്ഷേപിച്ചോണ്ടല്ലോ. എന്നെ അതിശയിച്ചത് എന്ത് വേടി? ഇങ്ങോട്ട് ഓടോ, തനിക്ക് എന്താ ചെയ്ത് കാണിച്ചുതരാം. ഇന്ന് നോക്കിക്കോ, മാറാ. ഇനി ഈ വീട്ടിൽ ഒരു തേങ്ങയില്ല, ഒരു ഹോം സ്റ്റേ ഇല്ല. രാമനല്ല അതിന്റെ പേരമുറയുടെ വീട്ടിൽ വന്ന കേശു 2000 രൂപ. ഞാൻ ആദ്യമേ പറഞ്ഞാണ് ഇതിന്റെ മണ്ടയ്ക്ക് വാടാ പരിപാടി നടക്കൂലെന്ന്. വാടകയല്ല, ഹോം സ്റ്റേ.
കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.